മഹാരാഷ്ട്രയിലെ വരൾച്ചയും കർഷക ആത്മഹത്യയും നേരിടാൻ ജലസംരക്ഷണം അനിവാര്യമെന്ന് മുൻ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. സംസ്ഥാനത്ത് ജലസുരക്ഷാ അവബോധം സൃഷ്ടിക്കുന്നതിൽ നടൻ ആമിർ ഖാൻ വഹിക്കുന്ന പങ്കിനെ ഫഡ്നാവിസ് അഭിനന്ദിച്ചു. ഇന്നലെ പുനെയിൽ നടന്ന പൊതുപരിപാടിയിലാണ് വരൾച്ച നേരിടുന്ന രാഷ്ട്രീയ സമവായ ചർച്ചകൾക്കിടയിൽ സംസ്ഥാനത്തെ ജലക്ഷാമത്തെക്കുറിച്ച് ആശങ്ക പങ്കുവച്ചത്. മഹാരാഷ്ട്രയിലെ രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാനുള്ള ഏക പോംവഴി ജലസംരക്ഷണമാണെന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു. इसमें वाटर कंजर्वेशन ये एक ही चीज है कि जो महाराष्ट्र को इस बीमारी से बाहर निकाल सकती है और इसलिए इस मूवमेंट को हमने आगे बढ़ाया. നടൻ ആമിർ ഖാന്റെ പാനി ഫൗണ്ടേഷൻ, നാനാ പാട്ടേക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കർഷകരുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും ഫഡ്നാവിസ് കൂട്ടിച്ചേർത്തു. यह नाम फाउंडेशन जो हमारे नाना पाटेकर जी उनकी है, मकरंद की, ऐसे लोगों ने जो एक प्रकार से लोगों में अवेयरनेस लाया. उसमें कंपटीशन भी आमिर जी ने शुरू की. മഹാരാഷ്ട്രയുടെ 50% വരൾച്ച ബാധിത പ്രദേശങ്ങളാണ്. മഹാരാഷ്ട്രയെ വരൾച്ച വിമുക്തമാക്കുന്നതിനും കർഷക ആത്മഹത്യകൾ അവസാനിപ്പിക്കുന്നതിനുമുള്ള ഒരേയൊരു വഴി ജലസംരക്ഷണമാണെന്നും ഫഡ്നാവിസ് പറഞ്ഞു. अगर किसानों की आत्महत्या समाप्त करनी है, पानी की समस्या को हल नहीं करेंगे. പൂനെയിലെ സന്നദ്ധ സംഘടനയായ BJS സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ദേവേന്ദ്ര ഫഡ്നാവിസ്. ആമിർ ഖാനും സംഘവും ഗ്രാമങ്ങളെ വെള്ളത്തിൽ സ്വയം പര്യാപ്തമാക്കുന്നതിനായി മത്സരങ്ങൾ സംഘടിപ്പിച്ചാണ് പ്രോത്സാഹിപ്പിച്ചത്. इस जर्नी में जिसमें हम महाराष्ट्र को सूखा मुक्त बनाने की कोशिश में हम निकले थे, वो हम पूरा करके रहेंगे. और അടുത്ത മുഖ്യമന്ത്രിയാവാൻ തയ്യാറെടുക്കുന്ന ഫഡ്നാവിസിന് മുൻകൂർ ആശംസകൾ നേർന്നാണ് ആമിർ ഖാൻ വേദി വിട്ടത്. मैं देवेंद्र जी आपको शुभकामनाएं देना चाहता हूं. आप और आपकी जो सरकार है वो बखूबी करेगी. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.